ഞങ്ങൾ മലേഷ്യൻ വെക്കേഷൻ തീരാറായെന്നൊരു വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ ഡേ 5 സ്റ്റാർട്ട് ചെയ്തത്. പോരാത്തിന് എന്ന് വെച്ചാൽ നല്ലൊരു മഴ ദിവസമായിരുന്നു. രാവിലെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് റോഡൊക്കെ വെറ്റായിട്ട് കിടക്കുകയായിരുന്നു. പിന്നെ ക്ലൈമറ്റ് നോക്കിയപ്പോൾ കുഴപ്പമില്ല, പെട്ടെന്ന് മാറുന്ന കണ്ടുകൊണ്ട് ഒരു ആശ്വാസം. അപ്പോഴേക്കും നമ്മൾ ഗ്രാബ് വഴി ബുക്ക് ചെയ്ത് നമ്മൾ ടാക്സി വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് എങ്ങോട്ടാണെന്നല്ലേ? ഇന്ന് നമ്മൾ പോണത് പെട്രോണാസ് ട്വിൻ ടവർ ഫസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ട്വിൻ ടവർ കാണുമ്പോൾ നമ്മൾ രാവിലെയും കാണണം, രാത്രിയും കാണണം. ബിക്കോസ് ഇത് രണ്ട് എക്സ്പീരിയൻസാണ്. അത് നിങ്ങൾക്ക് ഇനി വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. കുറച്ച് ദൂരം പാസ് ചെയ്തപ്പോഴേക്കും അങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ട്വിൻ ടവർ നമുക്ക് കാണാൻ പറ്റി. ടാക്സി ചേട്ടൻ ഞങ്ങൾ ഇതിൻ്റെ താഴെ ഡ്രോപ്പ് ഓഫ് ചെയ്ത് അങ്ങേര് പോയി. അങ്ങനെ നമ്മൾ മലേഷ്യയുടെ ഐക്കോണിക് പ്ലേസ് ആയിക്കാൻ ട്വിൻ ടവറിൻ്റെ അവിടെ എത്തി. ചുറ്റിനും അതേപോലെ തന്നെ വലിയ വലിയ കുറേ ബിൽഡിങ്ങുകളുണ്ടായിരുന്നു. അറൗണ്ട് 452 മീറ്റേഴ്സാണ് ഈ ട്വിൻ ടവറിൻ്റെ ഹൈറ്റ്. എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ഡ്രീം കം ട്രൂ ആയിരുന്നു. ബിക്കോസ് ഞാനൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സാധനം നമ്മൾ ചെറുപ്പത്തിലൊക്കെ അത് നേരെ മുന്നിൽ ഇപ്പം നമുക്ക് വിഷ്വലി അവൈലബിളായി നിൽക്കണു. ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു എക്സൈറ്റ്മെൻറ്റും അടിപൊളിയായിരുന്നു. മോർണിംഗ് ആയിട്ട് പോലും അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഫ്രെയിം കിട്ടാൻ വേണ്ടി ഞങ്ങൾ നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണുള്ളത്. ഭയങ്കര വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ്. അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കുറേ നടന്നു, കുറേ ഷോപ്പുകളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴും കുറേ പേരുണ്ടായിരുന്നു. കാരണം വെച്ചാൽ രാവിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള, അത് ഇന്ന് മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല അടിപൊളി വ്യൂ മൂഡ് വരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഇനി അടുത്ത ടവറിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗ്രാബ് ബുക്ക് ചെയ്തു. അങ്ങനെ ഗ്രാബ് കയറി ഞങ്ങൾ അടുത്ത ടവറിലോട്ട് മൂവ് ചെയ്തു. അടുത്തതായി ഞങ്ങൾ പോയത് KL ടവറിലോട്ടാണ്. ഇതും മലേഷ്യയിലെ ഒരു വൺ ഓഫ് ദ ഐക്കോണിക് ആയിട്ടുള്ള ടവറാണ്. അങ്ങനെ അതിൻ്റെ ചുറ്റും കുറേ എക്സ്പ്ലോർ ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും വിശപ്പ് വന്നു തുടങ്ങി. ബിക്കോസ് രാവിലെ ഒന്നും പ്രത്യേകിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടുന്ന് ഒരു കോഫിയും 2 സ്നാക്സും കഴിച്ച് ഞങ്ങൾ തൽക്കാലം വിശപ്പ് മാറ്റി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പയ്യെ ഇറങ്ങി. അപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത സ്പോട്ടിലോട്ടും പോണേക്കാട്ടും മുന്നേ ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് ചുറ്റിനും ചുമ്മാ റാൻഡംലി ഇവിടേക്ക് ചുറ്റിനൊന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇറങ്ങണ വഴി ഇതേ ഹിപ്പോ ബസ് രാവിലെ തന്നെ കുറേ ടൂറിസ്റ്റേഴ്സായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു സ്ട്രീറ്റിലോട്ടാണ് ഞങ്ങൾക്ക് കണ്ടത്. അപ്പം മോർണിംഗ് ആയിട്ടുള്ള സ്ട്രീറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആ സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ചുമ്മാ നടന്നു കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ഷോപ്പ് ഞങ്ങൾ കണ്ടുപെട്ടത്. അപ്പോൾ ഈ ഷോപ്പിൽ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടുത്തെ ഭയങ്കര ഫ്രഷായിട്ട് കട്ട് ചെയ്ത മാംഗോയുണ്ട്, പിന്നെ പേരയ്ക്കും, അതും അവരുടേതായ കുറേ സ്പൈസ് പൗഡേഴ്സും കുറേ ചില്ലിയും നല്ല എന്താ പറയുക കുറേ ഓറഞ്ച് പൗഡർ അതൊക്കെ ഇട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നു. അപ്പം ഞങ്ങളും വാങ്ങിച്ചു ഒരു ബോക്സ് കേട്ടോ. എന്താ ടേസ്റ്റ് ചെയ്യാനറിയല്ലോ, പക്ഷേ നല്ല അടിപൊളി മസ്റ്റ് ട്രൈ സാധനമായിരുന്നു കേട്ടോ. ഈ നമ്മൾ ഫ്രഷ് കട്ട് ചെയ്ത ആ പേരയ്ക്കുണ്ട് ആ ഫ്രഷ്നെസ്സും അതും ആ ചില്ലിയും ആ ഓറഞ്ച് പൗഡറും പിന്നെ വേറെ എന്തോ 2-3 പൗഡേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ അവർ നമുക്ക് പാക്കറ്റായി നമുക്ക് വേണ്ട ഉപയോഗിച്ചാൽ മതി. പക്ഷേ അതെല്ലാം മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ശരിക്കും നമ്മൾ ഭയങ്കര അഡിക്റ്റായി പോകും. നല്ല അടിപൊളി, അതും ഫ്രഷ് കട്ട് ഫ്രൂട്ടും കൂടി ആകുമ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അതും നന്നായിട്ട് കഴിച്ചു. ഞങ്ങൾ ഒന്നല്ല ആദ്യത്തെ ഒരു ബോക്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ബോക്സും കൂടി വാങ്ങി അതും കൂടിയും കഴിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റ്, മസ്റ്റ് ട്രൈ ആയിരുന്നു ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ KL ടവറിന് ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ആ സ്ട്രീറ്റിൽ നടക്കുമ്പോൾ കേട്ടോ ഇത്രയും ചില്ലിയുള്ള ടേസ്റ്റ്. ഈ ചില്ലി ചെറിയ എരിവുണ്ട്, എന്നാലും അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു അത്. വീണ്ടും ഞങ്ങൾ അവരുടെ അടുത്ത് പോയി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ നമ്മൾ എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. ഇന്ത്യയിൽ നിന്നൊക്കെ പറയുമ്പോൾ കേരള എന്നൊക്കെ പറയുമ്പോൾ അവിടെ തെലുങ്കാനയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ചേട്ടൻ. അങ്ങനെ അവരോട് അവസാനം ഞങ്ങൾ യാത്ര പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ നീങ്ങി. വീണ്ടും ഈ ഡൗൺ ടൗണൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വെച്ച് ഞങ്ങൾ ചുമ്മാ നടന്നു. കാരണം വെച്ചാൽ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അടിപൊളി ക്ലൈമറ്റ് വന്നു. രാവിലെ മഴ പെയ്തുകൊണ്ടായിരിക്കും ചെറിയ തണുപ്പും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു അത്. ഞങ്ങൾ അങ്ങനെ നടന്നു. അങ്ങനെ കുറച്ച് നടന്നതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാബ് തന്നെ നമ്മൾ വീണ്ടും ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ അടുത്ത പോകാൻ വേണ്ടി അപ്പോഴേക്കും ടാക്സി വന്നു. നമ്മൾ കയറി അടുത്ത സ്പോട്ടിലോട്ടായിട്ട് നമ്മൾ യാത്രയായി. ഈ ഒരു പ്ലേസ് ഉണ്ടല്ലോ, ഇത് ഡൗൺ ടൗൺ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. നല്ല ഭംഗി എന്ന് പറയുമ്പോൾ കുറേ അമ്പരച്ചുംബികളും റോഡൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ബ്യൂട്ടി ആയിരുന്നു. പുറത്ത് കുറേ വണ്ടികളും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പയ്യെ മൂവ് ചെയ്തു.
അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ട് മലേഷ്യൻ മ്യൂസിയം ആയിരുന്നു. ഈ മ്യൂസിയത്തിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്തിൻ്റെ പഴയതായ അതിൻ്റെ ഒരു ട്രഡീഷൻ, ഹിസ്റ്ററി, കൾച്ചർ, അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടും. ഇതും ടൗണോട് അടുപ്പിച്ച് തന്നെ കേട്ടോ, KL സെൻറ്ററിനോട് അടുപ്പിച്ച് തന്നെയാണ് ഈ മ്യൂസിയം ഉള്ളത്. അപ്പം നമ്മൾ നടന്നു, ഫസ്റ്റ് ടിക്കറ്റ് സെൻറ്ററിലോട്ട് നടന്നു. അവിടെയും അത്യാവശ്യം ആൾക്കാർ, ടൂറിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ മുകളിൽ പോയി നമ്മൾ ടിക്കറ്റ് എടുത്തു. 5 റിങ്കറ്റായിരുന്നു ഫോറിനേഴ്സിനുള്ള ഈ മ്യൂസിയം എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ടു സ്റ്റോർ ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കിക്കാണാം. ഞങ്ങൾ അങ്ങനെ പയ്യെ ഉള്ളിലോട്ട് കയറി. ഉള്ളിൽ കയറുമ്പോൾ തന്നെ അവർ കുറേ എന്താ പറയുക, ആൻഷ്യൻറ്റ് ഹിസ്റ്ററീൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ഹിസ്റ്ററി തന്നെയായിരുന്നു ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സ്റ്റോൺസും വെപ്പൺസ്, അവരുടെ ഡ്രസ്സസ്, അവരുടെ ഹിസ്റ്ററി, എങ്ങനെയാണ് മലേഷ്യ ഉണ്ടായത്, പിന്നെ ജ്വല്ലേഴ്സ്, നല്ല രസമായിരുന്നു കണ്ടോ. നമുക്ക് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലും കുറേ ഡിജിറ്റലായിട്ടുള്ള ഡിസ്പ്ലേ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് നമുക്ക് അവരുടെ ഹിസ്റ്ററി എല്ലാം മനസ്സിലാക്കാം. 4 സെക്ഷനായിട്ടായിരുന്നു ഈ മ്യൂസിയത്തിൻ്റെ സ്പേസ് ഡിവൈഡ് ചെയ്ത് അവർ എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തൊട്ടടുത്തുള്ള മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്തുള്ള മ്യൂസിയം നഗര എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഞങ്ങൾ വീണ്ടും ബിൻതാങ്ങിലോട്ടാണ് പോണത്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇനി ലഞ്ച് കഴിക്കണം. പിന്നെ അവിടെ കുറച്ച് 2-3 ഷോപ്പുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ നേരെ മെട്രോ എടുത്തു. നേരെ നമ്മൾ ബിൻതാങ്ങിലെത്തി. ബിൻതാങ്ങിൽ ഇറങ്ങി ഞങ്ങൾ ഇനി ഫുഡ് ഇവിടുന്ന് എവിടുന്നെങ്കിലും കഴിക്കണം. അപ്പം ഏകദേശം ഒരു ഉച്ച സമയം 1 മണി 2 മണി കഴിഞ്ഞിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രീറ്റൊക്കെ ഈവനിങ്ങിന് വേണ്ടി എല്ലാം സെറ്റ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈവനിങ് അടിപൊളിയാവാനുള്ള മൂഡിലോട്ട്. അങ്ങനെ ഞങ്ങൾ നടന്നു വരുന്ന വഴി ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഹാപ്പി ഹവേഴ്സ് കണ്ടു. അപ്പോൾ എന്തൊക്കെ കോംപ്ലിമെൻ്ററി ഉണ്ടെന്ന് കണ്ടു. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി അവിടെ കയറി ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഭയങ്കര റോയലായിരുന്നു കേട്ടോ അവിടുത്തെ ഡൈനിങ് മൊത്തം. അടിപൊളിയായിരുന്നു. അപ്പോൾ എന്താണ് അവിടുത്തെ സ്പെഷ്യൽ എന്ന് ആലോചിച്ച് നമ്മളിരുന്നു. അപ്പോഴേക്കും വെയിറ്റർ വന്നു, നമ്മൾ ഓർഡർ എടുത്തു. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ മന്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹാപ്പി അവേഴ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഫ്രീ ആയിരിക്കും. അല്ലെങ്കിൽ എല്ലാത്തിനും പേ ചെയ്യണം. ഈവൻ വാട്ടറിന് പോലും നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഡ്രിങ്ക്സ് എല്ലാം ഫ്രീ. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. വിശപ്പുണ്ട്. പിന്നെ ഒരു നമ്മുടെ നാട്ടിൽ കഴിക്കേണ്ട ഒരു വേറെ ടേസ്റ്റ്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. ഇനി നമ്മൾ പോണത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ ലോഹാട്ട് എന്ന് പറഞ്ഞ ഒരു മോളിലാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഐറ്റംസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും. ഫോൺസും ഗാഡ്ജറ്റ്സും എല്ലാ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് സാധനങ്ങളും. അതിൻ്റെ ഒരു 6, 7, 8 നിലയുണ്ട് കേട്ടോ ഇത് ഈ ഒരു ഷോപ്പിംഗ് മോളിൽ നിന്നുണ്ട്. കുറേ ഷോപ്പുകളും കുറേ കടകളും. പിന്നെ റേറ്റും വലിയ കുഴപ്പമില്ലാത്ത റേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റേറ്റ് കമ്പയർ ചെയ്തെടുക്കാം. ചിലപ്പോൾ നല്ല ഡീലിൽ ബാർഗെയിൻ ചെയ്ത് നമുക്ക് നല്ല ഡീലിൽ സാധനം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് രാഹുലിന് 2-3 സാധനങ്ങൾ നോക്കാണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെയൊക്കെ നോക്കി റേറ്റൊക്കെ എടുത്തപ്പോൾ നമുക്ക് ഓക്കെയുള്ള റേറ്റ് ആയിരുന്നു ഇവിടെ. അങ്ങനെ അവിടെ കുറേ സാധനങ്ങൾ, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അടുത്ത ഞങ്ങൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ റൂമിൽ പോകണം, ഒന്ന് റെസ്റ്റ് എടുക്കണം, ഒന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് ഈ രാത്രിക്കുള്ള പരിപാടി നോക്കണം എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ റൂമിലെത്തി. വീണ്ടും ഫ്രഷായി ഞങ്ങൾ രാത്രി ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ റൂമിൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കണ്ട ഈ 2 അടിപൊളി കാറുകളാട്ടോ. അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ വീണ്ടും രാത്രിക്ക് വേണ്ടി സെറ്റായി. ഇനി രാത്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ട്വിൻ ടവർ രാത്രിയിലത്തെ ഇതിൽ കാണണമെന്ന്. അങ്ങനെ നമ്മൾ ഗ്രാബ് എടുത്തു, വീണ്ടും ട്വിൻ ടവറിലോട്ട് പോവാണ്. ട്വിൻ ടവർ മാത്രമായിരുന്നില്ല കേട്ടോ, നമുക്ക് സലോമ ബ്രിഡ്ജും കാണണം. അത് രാത്രി ലൈറ്റിൽ കാണണമെന്ന് വെച്ചിട്ടായിരുന്നു നമ്മൾ പോയിരുന്നത്. കണ്ടോ, അടിപൊളിയായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് ഈ ബ്രിഡ്ജും ഈ ട്വിൻ ടവർ എന്നൊക്കെ പറയുന്നത്. സാധാരണ രീതിയിൽ വൈറ്റ് ലൈറ്റൊക്കെ തരും. ഇന്ന് എന്തോ സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞിട്ട് അവർ 3 മൾട്ടി കളേഴ്സിലുള്ള ലൈറ്റാണ് അവിടെ ഇട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ബ്ലൂവും വൈറ്റും റെഡൊക്കെ കൂടി ഒന്ന് അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ ഇവിടെ എടുത്ത് തരും കേട്ടോ. ഒരു 5 റിങ്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തി ഇവിടെ ആൾക്കാർ നമുക്ക് ഫോട്ടോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കത് വാങ്ങിച്ച് അവർ നമുക്ക് മൊബൈൽ വഴി സെൻഡ് ചെയ്ത് തരാം. നമുക്കൊരു ഒരു സുവീനിയറായിട്ട് അതൊക്കെ എടുത്തു വയ്ക്കാം. ഞങ്ങൾ എടുത്തായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ സ്ട്രീറ്റിലൂടെ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ച് ബിൻതാങ്ങിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റിൽ കൂടെ ഇതൊരു ഞങ്ങൾ നടന്നു വരാത്ത വേറൊരു പാത്ത് വേ ആയിരുന്നു. ഇതർ നമുക്ക് ടാക്സി വിളിക്കാം. പക്ഷേ ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി നടക്കാൻ സമയമുണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നല്ല ക്ലൈമറ്റും കൂടി ആയിരുന്നു. അപ്പോൾ നമ്മൾ നടന്നു വീണ്ടും ബിൻതാങ്ങിലോട്ട്.
സ്ട്രീറ്റ് എത്തുമ്പോഴേക്കും തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ചിലർ ഫുഡിന് വെയിറ്റ് ചെയ്യണു. ഇന്നാച്ചാൽ ഇവിടെ ഫ്ലീ മാർക്കറ്റ് നടക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് കുറേ ഷോപ്പുകൾ, കുറേ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഇതും പിന്നെ കുറേ ഫുഡിൻ്റെയൊക്കെ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ അതിൽ എൻജോയ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഫിള്. ആ സ്മെല്ല് നമ്മളിങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വാഫിൾ ഓർഡർ ചെയ്തു. നല്ല ക്യൂട്ടായിട്ടുള്ള 2 ലേഡീസായിരുന്നു ഇത് ഉണ്ടാക്കി തന്നിരുന്നത്. അങ്ങനെ നമ്മൾ വാഫിൾ ഓർഡർ ചെയ്തു. ഇത് ഉണ്ടാക്കാൻ കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക, ഭയങ്കര നമുക്ക് വായിലൊക്കെ നന്നായിട്ട് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നല്ല സ്മെല്ലും പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് അത്യാവശ്യം ഇങ്ങനെ കണ്ടിന്യൂസ് ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്കും കുറച്ച് നേരത്തിനുള്ള വാഫിൾ കിട്ടി. നല്ല അടിപൊളി വാഫിളായിരുന്നു. പിന്നെ അത്യാവശ്യം വിശപ്പുള്ളതുകൊണ്ടും സൂപ്പർ വാഫിളായിരുന്നു. അപ്പം അങ്ങനെ വാഫിളും കഴിച്ച് ഞങ്ങൾ ബാക്കിയുള്ള ഷോപ്പുകളിൽ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. കുറേ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസിൻ്റെ ഷോപ്പുകളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഷോപ്പുകളും കുറേ ഫുഡ് ഐറ്റംസ്, അങ്ങനെ നമ്മൾ നടന്ന് ഓരോരോ ഷോപ്പുകളും എക്സ്പ്ലോർ ചെയ്തു. പിന്നെ കുറേ സിനമൺ റോൾസ്, പിന്നെ കുറേ കേക്കുകൾ, കുറേ പെർഫ്യൂമിൻ്റെ കുറേ ഇത്, പിന്നെ കുറേ ഷോപ്പുകൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോയും കുറേ ഇതൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് നടന്ന് എല്ലാം എൻജോയ് ചെയ്ത് നമ്മൾ നടന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ടാറ്റു സ്റ്റുഡിയോസും ഉണ്ടായിരുന്നു, ചെറിയ ടാറ്റു സ്റ്റുഡിയോസും. പിന്നെ ഞങ്ങൾ അടുത്ത് നിർത്തിയെന്ന് വെച്ചാൽ ഈ ഒരു സിറപ്പിൽ മുക്കി ഫ്രഷ് ഫ്രൂട്ട്സ് ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് സ്ട്രോബെറി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഫ്രഷ് സ്ട്രോബെറി, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതും കഴിച്ചു. അങ്ങനെ ഇന്ന് മൊത്തത്തിൽ സ്ട്രീറ്റ് ഫുഡ്സിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ തന്നെ അവിടെ നടന്നത്. ഞങ്ങളും ഇന്ന് ഡേയ്സൊക്കെ കഴിയാറതിൻ്റെ പേരിൽ ഞങ്ങളും എല്ലാ ഫുഡ്സും ട്രൈ ചെയ്യാമെന്ന് ഞങ്ങളും വിചാരിച്ചു. അങ്ങനെ കുറേ ഫുഡ്സ് ഞങ്ങൾ ട്രൈ ചെയ്തു. സ്ട്രീറ്റിൽ അപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. കുറേ ടൂറിസ്റ്റേഴ്സിനെ നമുക്ക് കാണാമായിരുന്നു. വളരെ നല്ല തിരക്ക് വേണം, നല്ല തിരക്കും. അതിന് തിരിച്ച് റൂമിൽ പോണ വഴി നമുക്ക് ഒരു സാധനം കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ മാംഗോ സ്റ്റിക്കി റൈസ്. ഇവിടെ വന്നിട്ട് ഇത് കഴിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇത് ഈ ഒരു ഡ്രിങ്കും മാംഗോ മിക്സ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രിങ്ക്. അപ്പോൾ നമ്മളിത് പാർസൽ വാങ്ങിയിട്ട് നമ്മൾ റൂമിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ മലേഷ്യയിൽ 5ാമത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഇനി ഞങ്ങൾക്കൊന്ന് റൂം പോകണം, റെസ്റ്റ് ചെയ്യണം, ഈ ഫുഡ് കഴിക്കണം. അപ്പോൾ ശരി, ബൈ.